ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ്. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, ചിത്രം നോക്കി രൂപങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചിത്രങ്ങളും ഇവിടെ ഫസ്റ്റ് നോക്കൂ, ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവ ഓരോന്നും കൃത്യമായിട്ട് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ താഴെ എഴുതുക. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ പാറ്റേൺ പൂർത്തിയാക്കുക എന്നതാണല്ലേ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ നോക്കൂ. ഇനി അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയായിരിക്കും വരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഹൗ മെനി ഡോട്ട്സ് ആർ യൂസ് ടു കണക്ട് ദ ഫോളോയിങ് ഷേപ്സ്. അതായത് രൂപം വരയ്ക്കാൻ എത്ര കുത്തുകൾ ഉപയോഗിച്ച് എന്ന് എണ്ണി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇവിടെ കൗണ്ട് ചെയ്ത് ഓരോന്നിനും താഴെയായിട്ട് എഴുതേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ഡ്രോ എ പിക്ചർ യൂസിങ് ദസ് ഷേപ്പ്. ചുവടെ കൊടുത്തിരിക്കുന്ന രൂപങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുക. ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹൗസിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഇഷ്ടമുള്ളൊരു ചിത്രം, ഇതെല്ലാം 3 ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കുക. ദെൻ ലെറ്റ്സ് ഡ്രോ ലൈക്ക് ദിസ് മോഡൽ. തുടർന്ന് വരയ്ക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ അല്ലേ. അപ്പം ഇനി ഇങ്ങനെ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? തുടർന്ന് വരച്ചു കൊടുക്കുക. ദെൻ നോക്കൂ, ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ, ദെൻ ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ. എങ്ങനെയാണ് പോകുന്നത് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? തുടർന്നുള്ളത് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.